നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാമനപുരം നദിയിൽ വീണ് ടെക്നോ പാർക്ക് ജീവനക്കാരി മുങ്ങിമരിച്ച സംഭവവും ഏറെ വേദനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പൊന്മുടിയിലേക്ക് പോകുന്ന യാത്രയടക്കം സ്റ്റാറ്റസിൽ ഈ വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ മരണത്തിലേക്ക് ആ കുഞ്ഞ് ഒഴുകി വീണത്. വളരെ അടുത്ത സുഹൃത്തുക്കളടക്കമുള്ളവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു വാർത്തയാണ് ഇത് വരുന്നത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് പെട്ടെന്ന് തന്നെ വിട്ട് പോകുന്നത് കൺമുന്നിൽ കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ആ കുഞ്ഞ് ഇത്തരത്തിൽ ചാടി ഇറങ്ങി രക്ഷിക്കാനായി ഇറങ്ങിയത് എന്നുള്ളതാണ്. എന്തായാലും വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു വാർത്ത നമ്മൾ കേട്ടത്. വളരെ സുന്ദരിയായ ആ മോള് കൂടെയുള്ള സുഹൃത്തിനെ അങ്ങനെ തൻ്റെ മുന്നിൽ മരണത്തിലേക്ക് വിടാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് എടുത്തു ചാടുകയായിരുന്നു. ആ ഒരു നിമിഷം സുഹൃത്ത് വെള്ളത്തിലേക്ക് വീണപ്പോൾ കൈയിട്ടടിക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് നീന്താൻ അറിയാമോ അറിയില്ലേ എന്നൊന്നും നോക്കിയില്ല, അങ്ങ് എടുത്ത് ചാടുകയായിരുന്നു. എന്നാൽ ആദ്യം വീണ സുഹൃത്ത് രക്ഷപ്പെടുകയും എന്നാൽ രക്ഷിക്കാനായി ചാടിയ ഈ ഐശ്വര്യ മരണത്തിലേക്ക് അങ്ങ് താന്നു പോവുകയും ചെയ്യുന്നത് എന്ന അതിദാരുണമായ വാർത്തയാണ്. തിരുവനന്തപുരം കമലേശ്വരം മണക്കാട് തോട്ടും പൂവങ്കൽ ഹൗസിൽ അനുപമയാണ് മരിച്ചത്. 26 വയസ്സ് മാത്രമായിരുന്നു പ്രായം. നദിയിൽ വീണ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അനുപമ വെള്ളത്തിൽ വീണത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു സംഭവം. പൊന്മുടിയിൽ സന്ദർശനത്തിന് പോയ അനുപമ വിതുര ചന്തമുക്ക് താവയ്ക്കൽ ആറ്റിലാണ് മുങ്ങി മരിച്ചത്. താവയ്ക്കൽ ആറ്റിലെ പടിക്കെട്ടിൽ കൂടി സുഹൃത്തിനുമൊത്ത് നടക്കുന്നതിനിടയിൽ കാൽവഴുതി സുഹൃത്ത് ആറ്റിൽ വീഴുകയായിരുന്നു. സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അനുപമയും ആറ്റിൽ വീഴുകയായിരുന്നു. സുഹൃത്തിനെ കൂടെയുള്ളവർ രക്ഷപ്പെടുത്തി. വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന അനുപമയെ സമീപത്തുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ പുറത്തെടുത്തു. ഉടനെ വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. അതായത് അമ്മയ്ക്കും സുഹൃത്തുക്കൾക്കും അച്ഛനും ഒന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം വളരെ സ്നേഹനിധിയായ കുട്ടിയാണ്. ഇപ്പോഴാണ് അടുത്തിടെയാണ് ടെക്നോ പാർക്കിലേക്ക് ജോലിക്കായി അപേക്ഷിച്ച് അവിടെ ടെക്നോ പാർക്കിൽ ജോലി ലഭിച്ചത് എന്നുള്ളതാണ്. +1 +2 എല്ലാം മണക്കാട് സ്കൂളിലാണ്, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനം പൂർത്തീകരിച്ചത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക ആൾക്കാർക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ കുട്ടിയെ അറിയാം. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ തന്നെ നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കളടക്കം പറയുന്നു ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം അല്പസമയം മുൻപ് പോലും ഇത്തരത്തിൽ ഈ യാത്രയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഒന്ന് കണ്ണ് തുറന്നില്ല. അപ്പോഴേക്കും ഈ മരണവിവരം വരുന്നതാണ് ആരെയും ഒന്ന് അത്ഭുതപ്പെടുത്തുന്നത്. സത്യത്തിൽ ഈ ഒരു വിവരം അറിഞ്ഞ് അമ്മയും അച്ഛനും പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് அதை രക്ഷിക്കാൻ ഇറങ്ങിയത്. അപ്പോഴേക്കും അവർ കരുതിയത് കുട്ടിക്ക് ജീവൻ ഉണ്ട് എന്നാണ് കരുതിയത്. എന്നാൽ അപ്പോഴേക്കും ടെൻഷൻ കൂടി അടിച്ചിട്ടാവണം പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന വാർത്തകളാണ് പൊന്മുടി ഭാഗത്ത് നിന്നും വരുന്നത്. കുഞ്ഞിൻ്റെ 7 വയസ്സുകാരിയായ കുഞ്ഞും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. അത് പൊന്മുടിയിലെ വളവിൽ വെച്ചാണ് അപകടമുണ്ടായത്. ആ വളവിലെ അപകടത്തിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ കാറിനകത്ത് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞാണ് മരണപ്പെട്ടത്. അതും വിതുര താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ് എത്തിച്ചത്. അങ്ങനെ വിതുര താലൂക്ക് ആശുപത്രി ഇന്നലെ മരണങ്ങളുടെ ഒരു വലിയ ഒരു ദുഃഖത്തിലായിരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു വിതുര താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മഴ, വല്ലാത്തൊരു മഴ. സിറ്റിയിൽ നോക്കുമ്പോൾ മഴ ഉണ്ടാകില്ല, പക്ഷേ പൊന്മുടി വിതുര ഭാഗത്തൊക്കെ എപ്പോഴും മഴ ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. കാരണം കൊടും വളവുകളാണ് പലയിടങ്ങളും. മാത്രമല്ല വാമനപുരം നദിയുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ആ കുഞ്ഞ് വീണത്. അത് വലിയൊരു നദിയും അടിയൊഴുക്ക് വളരെ ശക്തമായിട്ടുള്ളതുമാണ്. മാത്രമല്ല മലയുടെ മേഖലയിൽ മഴ പെയ്യുമ്പോൾ ശക്തമായ വെള്ളം ഈ മാവനൂർ നദിയിൽ വഴി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അടിയൊഴുക്ക്, പ്രത്യേകിച്ചും ഒരു പരിചയവുമില്ലാത്തവർ ഇറങ്ങുമ്പോൾ കാൽ വഴുതി വീഴാനും അപകടം സംഭവിക്കാനും സാധ്യത വളരെയേറെയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. കഴിവിൻ്റെ പരമാവധി ഇത്തരത്തിലുള്ള സീസൺ സമയത്ത് പൊന്മുടി സന്ദർശിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നു. പക്ഷെ പലരും പറയുന്നു വിനോദസഞ്ചാരത്തിന് വേണ്ടി വരണ്ടേ, പോയി ഈ കാഴ്ചകളൊക്കെ കാണണ്ടേ, ആസ്വദിക്കണ്ടേ എന്നുള്ളത്. തീർച്ചയായിട്ടും ആസ്വദിക്കേണ്ടതും കാണേണ്ടതും ഒക്കെയാണ്. പക്ഷെ ജീവൻ വെച്ചുള്ള മരണക്കളികൾ അത് ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും.